വെൽക്കം ടു ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇന്നൊരു ചാമ്പയ്ക്ക ജാമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ചാമ്പയ്ക്ക നല്ല റെഡ് കളറായതുകൊണ്ട് ജാമ് തയ്യാറാക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തേണ്ട കാര്യമില്ല. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ, എന്നാലേ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജാം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോയിലും കുറച്ച് കൂടുതലായിട്ടാണ് ചാമ്പയ്ക്ക എടുത്തിട്ടുള്ളത്. ചാമ്പയ്ക്ക 2-3 തവണ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തുള്ള കുരുവെല്ലാം കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്നതിനായി ഇതിലേക്ക് വെള്ളം ചേർത്തേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള ഒരു പാനോ കടായോ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക ചേർത്ത് നന്നായി ഒന്ന് വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് അതിലുള്ള ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം കണ്ടിന്യൂസായി ഇളക്കണമെന്നില്ല. കുറച്ച് തിക്കായി വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസായി ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ കയ്യിൽ തെറിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഇതിൽ കൂടുതലാക്കി കഴിഞ്ഞാൽ അത് ഹാർഡായി പോകും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വയ്ക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം ഗ്ലാസ് ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു ബൗളിലേക്കോ മാറ്റി നമുക്കിത് യൂസ് ചെയ്യാം. വീട്ടിൽ ചാമ്പയ്ക്ക ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ജാമ് കൂടെയാണത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ.